നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണ്. നല്ല ടേസ്റ്റാണ്. സദ്യക്ക് മാത്രമല്ല, അല്ലാതെ ഉണ്ടാക്കാം. ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നേരത്തെ മധുരവും പുളിയും ഉപ്പും എരിവും ഒക്കെ ചേർന്ന നല്ല സ്വാദുള്ള ഒരു പച്ചടി. പൈനാപ്പിളിന്റെ സീസണാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് നല്ല സ്വാദുള്ള പൈനാപ്പിൾ പച്ചടി എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന്. ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 1 കിലോ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മുറിക്കാം. ഇതിൻ്റെ അടിഭാഗവും ഒന്ന് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് തൊലി ചെത്താനായിട്ട് എളുപ്പമായിരിക്കും. ഇതിപ്പം 2 സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലി ചെത്തിയെടുക്കാം. ഇപ്പം മുഴുവൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെത്തേണ്ട ആവശ്യമുള്ളൂ. ഞാൻ മുഴുവൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയാണോ എടുക്കേണ്ടത് അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് മാത്രം തൊലി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ബാക്കിയും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഇപ്പം തൊലി മുഴുവൻ ചെത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതുപോലത്തെ ഞാനൊരു പീലർ കൊണ്ടാണ് ഇതിൻ്റെ ഈ കണ്ണുണ്ടല്ലോ ഈ ഭാഗം കുത്തിയെടുത്ത് കളയുന്നത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ കുത്തി കളയാം. ഇത് കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതങ്ങ് കടിക്കും. ഇത് ഇങ്ങനെ ആകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഞാൻ മുഴുവനും എടുത്ത് മാറ്റട്ടെ. ഇതിപ്പോൾ പൈനാപ്പിളിൻ്റെ മുള്ളെല്ലാം കുത്തിയെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും നല്ല ഈസി ആട്ടോ ഇതുകൊണ്ട് ചെയ്യാനായിട്ട്. ഇതിനാകെ 20 രൂപയോ 25 രൂപയോ കണ്ടേ ഉള്ളൂ. ഏത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ അറ്റം കണ്ടോ, അതിൻ്റെ അറ്റം നല്ല കൂർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങ് കുത്തി എടുക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് കുത്തി എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. എളുപ്പമാണ്. അപ്പോൾ ശരിക്കും ഞാനിപ്പോൾ പീൽ ചെയ്യാനും എനിക്ക് ഈസിയാണ് ഇതുകൊണ്ട്. പൊട്ടറ്റോ ആണെങ്കിലും പിന്നെ പപ്പായ ആണെങ്കിലും ഒക്കെ പീൽ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് ഇതുകൊണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ പോർഷൻ കട്ട് ചെയ്ത് കളയണം. ഇത് കുറച്ച് ഹാർഡാണ്. ഇത് ചിലർക്ക് അലർജി ഉണ്ടാക്കും. ഞങ്ങളിത് ജ്യൂസിലിടാറുണ്ട്. അലർജി ഉള്ളവർ ജ്യൂസിലും ഇടരുത് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നടുഭാഗം കട്ട് ചെയ്തിട്ട് വെക്കട്ടെ. നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് കഴിയും. ഇതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. മുഴുവൻ എടുക്കണ്ട കേട്ടോ. നമുക്ക് ഒരു ആവശ്യത്തിനുള്ള പൈനാപ്പിൾ മാത്രം എടുത്താൽ മതി. ഇതിപ്പം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം നമ്മളെടുത്ത പൈനാപ്പിളിൻ്റെ പകുതി ഉണ്ട്. ഇതിപ്പോൾ 2 കപ്പ് ഉണ്ടാവും കേട്ടോ മുറിച്ചിട്ട്. ഇപ്പം ഞാൻ ബാക്കിയുണ്ട്, ഒരു പകുതി കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഞാനൊരു പരീക്ഷണം ചെയ്യാൻ പോവാണ്. സക്സസ് ആയാൽ വീഡിയോ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 1-2 വിസിലിൽ ഓഫാക്കി എടുക്കാം. നമുക്കൊരു 1/4 കപ്പ് തൈര് എടുത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ച് എടുക്കുക. അതിൻ്റെ ആ കട്ട അങ്ങ് മാറ്റിയെടുക്കാനാണ്. ഇപ്പോൾ തൈരിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പുളിയുടെ അനുസരിച്ച് ഇപ്പോൾ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഒഴിക്കേണ്ടി വരും. ഇതിപ്പം അടിച്ചിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് വരും. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങ് സ്മൂത്തായി കിട്ടിക്കോളും. നമുക്ക് ഈ ജാറിലേക്ക് നമുക്കത് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ 1 വെളുത്തുള്ളി, പിന്നെ 1 പച്ചമുളക്. പച്ചമുളക് അധികം ആവണ്ട, കാരണം നമ്മൾ അരക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് എരിവ് പിടിക്കും. ഇത് അത്യാവശ്യം എരിവൊക്കെ ഉള്ള പച്ചമുളകാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് അരയ്ക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, കാരണം നമ്മളിത് ഒരുപാട് അങ്ങ് തിളപ്പിക്കുകയല്ല. ഇതൊന്ന് ആവി വരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഓഫാക്കുക. അപ്പോൾ ഇതിൻ്റെ വിസിൽ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റാണ്. ചട്ടിയിലേക്ക് മാറ്റണമെന്നൊന്നുമില്ല കേട്ടോ. ഈ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ പിന്നെ വീഡിയോ എടുക്കില്ലേ, അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടിയിലേക്ക് മാറ്റുന്നത്. മാറ്റിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് അവസാനം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ പച്ചടിയിൽ വെള്ളം അധികമായി പോകരുതല്ലോ. നമ്മൾ വെച്ച് വറ്റിക്കാനും പറ്റില്ല. കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരില്ലേ അത് ഒഴിച്ചു കൊടുക്കാം.
നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ആ ഒരു പുളിയും ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല പുളിയുള്ള തൈരാണ്. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. ഉപ്പ് കുറച്ചുകൂടെ വേണം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് കറിയായിരുന്നു അത്. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രത്യേക സ്വാദ് വരിക. നമ്മളിപ്പോൾ ഇത് തിളപ്പിക്കുന്നതിന് മുമ്പ് ഉപ്പും പുളിയും മധുരവും എരിവും ഒക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പുളി അധികം വേണ്ട കേട്ടോ, നേരത്തെ ഒരു പുളി മതി. പിന്നെ ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളാണ്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. മധുരം ഇല്ലാത്ത പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ പൈനാപ്പിൾ പച്ചടിക്ക്. ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിപ്പം കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചതയ്ക്കുന്ന പാത്രത്തിലിട്ട് ചതയ്ക്കാത്തത്. അല്ലെങ്കിൽ ഒന്നുകിൽ ഇതുകൊണ്ട് ഇടിക്കാം. അതിനെ കഴിഞ്ഞും എനിക്ക് കുറച്ചുകൂടെ എളുപ്പം ചപ്പാത്തിക്കോലില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. നമ്മൾ പണ്ടൊക്കെ അമ്മിക്കല്ലിലിട്ട് അരക്കിയല്ലേ, അമ്മിക്കല്ലുണ്ടെങ്കിൽ അത് മതി കേട്ടോ. എനിക്കിവിടെ അമ്മിക്കല്ലില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിൽ അരഞ്ഞു പോകരുത്. കടുക് അരഞ്ഞാൽ കയ്പ്പ് വരും. ചതയാനേ പാടുള്ളൂ. ആ പരിപ്പൊന്ന് പുറത്തോട്ട് വരണം. നമ്മളെപ്പോഴും പച്ചരിക്കൊക്കെ അങ്ങനെയാണ് ചെയ്യുക. ഇതെന്താ, നന്നായിട്ട് പരിപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട് കടുകിൻ്റെ. ഇപ്പം എല്ലാ കടുകും ചതഞ്ഞ് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലൊരു ഫ്ലേവർ വരും നമുക്ക് പച്ചരിക്ക്. ഇത് നമുക്കൊന്ന് കത്തിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഞാൻ കത്തിച്ചിട്ടുണ്ട്. നമുക്കിത് സൈഡിൽ കൂടെ നോക്കുമ്പം ഞാൻ കലത്തപ്പത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ സൈഡിൽ കൂടെ നോക്കുന്ന സമയത്ത് ഇതിലേക്ക് ഇങ്ങനെ ആവി പോകുന്ന കാണും. അപ്പം നമുക്ക് ഓഫാക്കിയാൽ മതി. ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത്. തൈര് ഒഴിച്ചതാണ്, പിരിഞ്ഞു പോകും. ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത്ര എളുപ്പത്തിൽ നമ്മൾ പച്ചടി റെഡിയാക്കിയത്. ഉപ്പും പുളിയും മധുരവും എരിവും ഒക്കെ ഉള്ള നല്ല ടേസ്റ്റുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണിത്. ഇത് സദ്യക്ക് മാത്രമല്ല, ഞങ്ങളിത് കറിയായിട്ട് ചോറിന് കൂട്ടി കഴിക്കാറുമുണ്ട്. നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിള ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ നോക്കി നിൽക്കണം ഇത് തിളയ്ക്കുന്ന സമയത്ത്. തിളച്ച് പോകരുത് കേട്ടോ, പിരിഞ്ഞു പോയാൽ ഒരു രുചി ഉണ്ടാവില്ല. ആയിട്ട് ആവി ഇതാ വരുന്നുണ്ട്. തിളയ്ക്കുന്നൊന്നും അങ്ങനെ കാണുമൊന്നുമില്ല, ആവി വരുന്നുണ്ട്. ഞാൻ ഓഫാക്കുകയാണേ. ചട്ടിയാണ്, അതുകൊണ്ട് ഇത് അടച്ചു വെച്ചേച്ച് പോവുകയും ചെയ്യരുത്. ഈ ചട്ടീൻ്റെ ചൂടുകൊണ്ട് പിന്നെയും അതങ്ങ് തിളയ്ക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കതൊന്ന് കടുക് വറുത്തിടാം. നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ഉണക്കമുളക് മൂക്കുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതായിട്ടുണ്ട്. കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഭയങ്കര തിക്കല്ല കേട്ടോ, കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഇതങ്ങ് കുറച്ചും കൂടെ തിക്കാകും. അപ്പം അതുകൊണ്ട് ഇത്രയും മതി. നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ച് കൊടുക്കാം. ഇതിപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പം കുറച്ച് തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിരുന്നിട്ട് കുറച്ചൊന്ന് തിക്കാവും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? ഞാൻ ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു സദ്യ പൈനാപ്പിൾ പച്ചടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.